സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിലെ 2 കുടുംബങ്ങൾ സൗദി അറേബ്യയിലും UAE-യിലും വാഹനാപകടത്തിൽപ്പെട്ട വിവരം ഇന്ന് മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളുടെയും ഒരു ദുഃഖമായി മാറിയിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് യാത്ര ചെയ്തു വരുമ്പോൾ വാഹനാപകടത്തിൽ മാതാപിതാക്കളും 5 മക്കളുമുള്ള ഒരു കുടുംബത്തിലെ 4 മക്കൾ അവരിൽ നിന്ന് യാത്രയായി. മറ്റൊരു കുടുംബത്തിലും 5 പേർ, മക്കളും മാതാപിതാക്കളും ഒക്കെ അടക്കം 5 പേർ അവിടെയും യാത്രയായി. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും അവർ അവരുടെ യാത്രകൾ ആരംഭിച്ചിട്ടുണ്ടാവുക. ആ യാത്രയുടെ പര്യവസാനം ഭൗതിക ജീവിതത്തിൽ ഒരിക്കലും സഹിക്കാനാവാത്ത വേദനകളും നൊമ്പരങ്ങളും നൽകിക്കൊണ്ടാണ് അത് അവസാനിക്കുന്നത്. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സമാധാനമാണ്. ഒരു മതനിഷേധിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അവൻ എന്തൊരാശ്വാസമാണ് ഇനി കണ്ടെത്താനുള്ളത്? ആരോടാണ് അവന്റെ സങ്കടങ്ങൾ അവന് പറയാനുള്ളത്? സഹിക്കാനാവാത്ത സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും അടിമകളായിത്തീരുന്ന മതനിഷേധികൾക്കിടയിലാണ് മതം എത്ര സൗഭാഗ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അബൂ ഹസൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് തന്റെ ജീവിതത്തിൽ ഒരു സങ്കടത്തെക്കുറിച്ച് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു. ഇന്നഹു ഖദ് മാതലി ബിനാനി ഫമാ അൻത മുഹദ്ദിസി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹദീസിൻ. എനിക്ക് 2 മക്കൾ ഉണ്ടായിരുന്നു. ആ 2 മക്കളും മരണപ്പെട്ടു പോയി. എന്റെ മനസ്സിന് സമാധാനം നൽകുന്ന, എന്റെ മനസ്സിന് ആശ്വാസം നൽകുന്ന എന്തെങ്കിലും ഒരു വാക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എനിക്കൊന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ സിആറുഹും ദആമീസുൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് സമാധാനം നൽകുന്ന ഒരു വാചകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടികൾ ദആമീസുൽ ജന്ന, സ്വർഗത്തിലെ ചിത്രശലഭങ്ങളെ പോലെ പറന്നു നടക്കുന്നവരാണ് ആ മക്കൾ. യതലഖാ അഹദുഹും അബാഹു, സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ വെച്ച് ആ കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രത്തിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കമാ ആഖുദു അന ബിസുനിഫത്തിൻ സൗബിക ഹാദാ, ഞാൻ നിന്റെ ഈ വസ്ത്രത്തെ മുറുക്കി പിടിച്ചതുപോലെ നീ സ്വർഗത്തിന്റെ വാതിൽ കടന്നകത്ത് കടക്കുന്നത് വരെ നിന്റെ മക്കൾ നിന്റെ വസ്ത്രത്തിൽ നിന്ന് കൈവിടുകയില്ല. അബ്ദുൽ ലത്തീഫ് എന്ന സഹോദരൻ ഒരു മകനല്ല, 4 മക്കൾ. ആ ഉപ്പക്ക് വേണ്ടി അള്ളാഹുവിനോട് സ്വർഗത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, വാശി പിടിക്കുന്ന 4 മക്കളാണ് മതം അവർക്ക് നൽകുന്ന സൗഭാഗ്യവും സമാധാനവും എന്ന് പറയുന്നത്. ഒരു മതനിഷേധിക്ക് എന്ത് സമാധാനത്തെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്? മതം വേണ്ടെന്ന് പറയുന്നത് ഫാഷനായി കാണുന്ന മനുഷ്യർക്ക് എന്ത് നിർഭയത്വത്തെ കുറിച്ചാണ് പറയാൻ കഴിയുക? മതം ഒരു അപരിഷ്കൃതമാണ് എന്ന് പറയുന്നവർക്ക് എന്ത് ആശ്വാസത്തെ കുറിച്ചാണ് ലോകത്തിന്റെ മുന്നിൽ സംസാരിക്കാൻ കഴിയുക? മാലിക് യൗമിദ്ദീൻ സൂറത്ത് ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യും. എത്ര അർത്ഥവത്തായ ശക്തമായ ഒരു പദപ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ റബ്ബ്
ഏത് ജീവിതത്തിലെ എന്ത് നന്മതിന്മകൾക്കും പ്രതിഫലം ലഭിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്ന പ്രതീക്ഷയല്ലേ മതവിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്നതും സമാധാനം നൽകുന്നതും. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് ദുനിയാവിൽ ഇനി അത് സഹിക്കാൻ കഴിയുമോ? ആ ദുഃഖത്തെ സംബന്ധിച്ച് ദുനിയാവിൽ അവർക്ക് ആ വേദന എങ്ങനെയാണ് മറക്കാനാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തിർമുദി ധരിക്കുന്ന ഒരു ഹദീസ്, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നു, അല്ലാഹു പറയുന്നതായി അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ഇദാ മാത വലദുൽ അബ്ദി ഖാല അല്ലാഹുൽ മലായിക, ഒരാളുടെ മകനെ, ഒരു കുട്ടിയെ അള്ളാഹുവിന്റെ മലക്കുകൾ അവന്റെ ആത്മാവിനെ പിടിച്ചു. അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് അവന്റെ ആത്മാവിനെ പിടികൂടി. ആത്മാവുമായി കടന്നു വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കും, ഖാല അല്ലാഹു ലി മലായികതി, ആ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഖബൽതും വലദ അബ്ദി, എന്റെ അടിമയുടെ മകനെ നിങ്ങൾ പിടികൂടിയോ? ഫയഖൂലും, അവര് പറയും, ഞാൻ അത് പിടികൂടി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആ മലക്കുകളോട് ചോദിക്കും, ഖബൽതും സമറത ഫുആദിഹി, ആ കുട്ടികൾ എന്ന് പറയുന്നത് അവന്റെ കരളിന്റെ കഷ്ണമാണോ? ആ കരളിന്റെ കഷ്ണങ്ങളെയാണോ നിങ്ങൾ പിടികൂടിയത്? മലക്കുകൾ പറയും, അതെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആ മലക്കുകളോട് ചോദിക്കും, മാദാ ഖാല അബ്ദി, അവരുടെ കരളിന്റെ കഷ്ണങ്ങളെ നിങ്ങൾ പിടികൂടുമ്പോൾ ആ എന്റെ അടിമ എന്ത് വാക്കാണ് ആ പറഞ്ഞത്? ഫയഖൂലുൻ, അവർ പറയും, ഹമിദക വസ്തർജ, ഹമിദക വസ്തർജ. ആ പരീക്ഷണത്തിൽ, ആ സഹിക്കാനാവാത്ത സങ്കടമുണ്ടായപ്പോ അവർ മതനിഷേധികളാവുകയോ അള്ളാഹുവിനെ പഴി പറയുകയോ അല്ലെങ്കിൽ അനാവശ്യമായ സകലതും ജീവിതത്തിൽ കാട്ടിക്കൂട്ടുകയും പറയുകയും ചെയ്ത ഒരു സമീപനമല്ല അവർ സ്വീകരിച്ചത്. മറിച്ചവർ ഈമാനികമായ ബോധത്തിലും ഉന്നതമായ പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയിലും ഹമിദക്ക, അവർ നിന്നെ സ്തുതിച്ചു, ക്ഷമിക്കാനുള്ള കരുത്ത് നൽകിയ അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതി എന്ന് അവർ ക്ഷമാശീലരായി. എന്ന് മാത്രമല്ല, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മറുപടി പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് പറഞ്ഞു തരുന്നു, ആ ആളുകൾക്ക് ആ ക്ഷമയുടെ പ്രതിഫലമായി അവർക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരു ഭവനം അവർക്ക് വേണ്ടി നിർമ്മിക്കുകയും ആ ഭവനത്തിന് അല്ലാഹു ബൈത്തുൽ ഹംദ് എന്ന് പേരിടുകയും ചെയ്യും. സ്വർഗത്തിൽ അല്ലാഹു ബൈത്തുൽ ഹംദ് എന്നൊരു ഭവനം അവർക്ക് നിർമ്മിച്ചു നൽകുന്ന രക്ഷിതാക്കൾക്ക് ലഭിക്കുന്ന ആ പ്രതിഫലത്തിന്റെ കാരണം എന്ന് പറയുന്നത്, ദുനിയാവിൽ അല്ലാഹു അവരുടെ കരളിന്റെ കഷ്ണങ്ങളെ പിടിച്ചെടുത്തതിൽ ആ ക്ഷമിക്കുകയും സഹനം അവലംബിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു നൽകുന്ന പ്രതിഫലമാണ്. മനുഷ്യരെ, മതത്തിനല്ലാതെ ഈ ആശ്വാസം നൽകാൻ ആർക്കാണ് കഴിയുക? മതവിശ്വാസികൾക്കല്ലാതെ ഇങ്ങനെ സമാധാനിക്കാൻ ആകാശത്തിന്റെ ചുവട്ടിൽ ഒരു സമുദായത്തിന് കഴിയുമോ? ഒരു സമൂഹത്തിന് കഴിയുമോ? മതം എത്ര പവിത്രമാണ്, ഇസ്ലാം എന്ന് പറയുന്നത് എത്ര ആശ്വാസമാണ്, എത്ര സമാധാനമാണ് എന്ന് പറഞ്ഞ ഒന്ന് കണ്ണു നിറയുക എന്നത്, ഒന്ന് സങ്കടപ്പെടുക എന്നത് ഒരു മോശമായ കാര്യമാണ് എന്നാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരണപ്പെടുന്ന സന്ദർഭം, ആ സമയത്ത് പ്രവാചകന്റെ അടുക്കലേക്ക് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്തിൽ പ്രവാചകന്റെ മടിയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മകൻ ഇബ്രാഹിം മരണത്തോട് മല്ലടിച്ച് കാലുകൾ മരണവേദന കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ പ്രവാചകന്റെ സമീപത്തേക്ക് കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ പ്രവാചകന്റെ മുഖത്ത് കവിളുകളിലൂടെ കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങുന്നത് ഞാൻ ഇങ്ങനെ കണ്ടു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വഅൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളാണോ കരയുന്നത്? പ്രവാചകരെ, നിങ്ങൾ കരയുകയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകുന്ന മറുപടി, യാ ഇബ്നു ഔഫ് ഇന്നഹാ റഹ്മ, ആ കണ്ണുനീർ എന്ന് പറയുന്നത് കാരുണ്യമാണ്. അതൊരു കാരുണ്യമാണ്. ഒരു വിഷമം ഉണ്ടാകുമ്പോ, ഒരു വേദന ഉണ്ടാകുമ്പോ, ഒരു സങ്കടം ഉണ്ടാകുമ്പോ കണ്ണുനീര് വരിക എന്ന് പറയുന്നത് അതൊരു കാരുണ്യമാണ്, ഒരാശ്വാസമാണ്, ഒരു സമാധാനമാണ്. ഇന്നൽ ഐന തദ്മഉ, കണ്ണ് നിറയുന്നതും അതൊഴുകുന്നതും, വൽ ഖൽബ യഹ്സൻ, മനസ്സ് സങ്കടപ്പെടുന്നതും അള്ളാഹുവിന്റെ കാരുണ്യമാണ്. പക്ഷേ വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുന, ഞാൻ എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറയില്ല, ഞാൻ എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യില്ല
ആ തീരുമാനമാണ് രക്ഷിതാക്കൾക്ക് പ്രതിഫലം കിട്ടാൻ അവസരമുള്ളത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം എത്ര നന്മയുള്ള മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ മകൻ സൈനബിന്റെ കുട്ടി മരണപ്പെടുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയെ കൈകളിലെടുത്ത് നിൽക്കുന്ന ഘട്ടമാണ്. മരണവേദനയെടുത്ത് വല്ലാതെ പ്രയാസപ്പെടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ സങ്കടമുണ്ടാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ അയച്ചു. മരണാസന്നനായി ഇരിക്കുന്നുവെന്ന വിവരം പ്രവാചകന്റെ അടുക്കലെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ചൊല്ലിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ വല്ലാതെ സങ്കടപ്പെട്ടു. റസൂലുള്ളാഹിന്റെ കണ്ണുകൾ നിറഞ്ഞു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അപ്പോഴും ചോദിച്ചു, മഹാദാ യാ റസൂലല്ലാഹ്, പ്രവാചകരെ എന്താണ് നബിയെ താങ്കൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? താങ്കളുടെ കണ്ണുകളിലൂടെ കണ്ണുനീരൊഴുകുന്നു, എന്താണ് നബിയെ താങ്കൾ ഇങ്ങനെ ചെയ്യുന്നത്? റസൂലുള്ളാഹിന്റെ മറുപടി, ഹാദിഹി റഹ്മത്തുൻ, ഇത് കാരുണ്യമാണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്, നമ്മുടെ ഹൃദയങ്ങളിൽ ഇട്ടു തന്ന അള്ളാഹുവിന്റെ കാരുണ്യമാണ്. പക്ഷെ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഒരു അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യവും ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നത് ശക്തമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. ആ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ വിശ്വാസികൾ സ്വീകരിക്കേണ്ട സമീപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 157-ാമത്തെ വചനം, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, വിശ്വാസികളായ ആളുകൾക്ക് ഒരു മുസീബത്തുണ്ടായി, ഒരു പ്രയാസമുണ്ടായി, ഖാലു, അവര് പറയും, ഞങ്ങൾ നശിച്ചു പോയതെങ്കിൽ നന്നായിരുന്നു, ഞങ്ങൾ മരിച്ചു പോയതെങ്കിൽ നന്നായിരുന്നു, ഞങ്ങൾ എന്ത് തെറ്റാണ് പടച്ചവനോട് ചെയ്യുന്നത് എന്ന് വിലപിക്കുന്നവരല്ല, എന്ന് പരിഹസിക്കുന്നവരല്ല, മതനിഷേധികളാകുന്നവരല്ല, മദ്യത്തിലും ലഹരി പദാർത്ഥങ്ങളിലും അഭയമന്വേഷിക്കുന്നവരല്ല വിശ്വാസികൾ. ഖാലു, അവര് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ നിന്നിൽ നിന്നുള്ളവരാണ്, നിന്നിലേക്കാണ് ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ളത് എന്ന വാക്ക് പറയുന്നവരാണ് വിശ്വാസികൾ. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന, കരുത്തു നൽകുന്ന, വീണു പോകുന്ന പ്രതിസന്ധികളിൽ നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ആദർശബോധത്തിന്റെ പേരാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും ഇസ്ലാമും എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല മുസ്ലിങ്ങളാകുക, നല്ല വിശ്വാസികളാകുക, തൗഹീദുള്ളവരാകുക, ഈമാനുള്ളവരാകുക. എല്ലാ പ്രതിസന്ധികളിലും അള്ളാഹു നമുക്ക് കരുത്തു നൽകുമെന്ന ആത്മവിശ്വാസമുള്ളവരാകുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വലാഖിബത്തുൽ ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് രണ്ടാമതായും അതറിയിക്കുന്ന രൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതം എന്ന് പറയുന്നത് എത്ര നിസ്സാരമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങളാണ് നാം കേൾക്കുന്നത്. നമ്മൾ എത്ര ദുർബലരാണ് എന്ന് നമുക്ക് തന്നെ ബോധ്യം വരുന്ന നിമിഷങ്ങൾ. എത്ര സമ്പത്തുണ്ടായാലും, എത്ര വലിയ തറവാട്ടുകാരായിരുന്നാലും, ലോകത്തെ ഏത് സാമ്രാജ്യത്തിന്റെ അധിപന്മാരായിരുന്നാലും ഈ നഷ്ടങ്ങളെയൊന്നും നികത്താൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? പക്ഷെ മനുഷ്യരുടെ പ്രകൃതം എന്താണ്? ദുനിയാവിനോടുള്ള താല്പര്യവും സമ്പത്തിനോടുള്ള മോഹവും ദീനിനെയും മതത്തെയും സമൂഹത്തെയും മറന്നുകൊണ്ട് ജീവിക്കാൻ പ്രേരണ നൽകുന്നതിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. അൽഹാഖ് മുത്തക്കാസും, പരസ്പരം പെരുമ നടിക്കുന്നവരെ നാശം. ആരാണ് പരസ്പരം പെരുമ നടിക്കുന്നത്? ഏതുവരെയാണ് ഈ പെരുമ നടിക്കൽ ഉണ്ടാകുക? സമ്പത്തിന്റെ പേരിൽ, തറവാടിന്റെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവർ, അകന്നു നിൽക്കുന്നവർ, സ്നേഹബന്ധങ്ങളെ തള്ളിപ്പറയുന്നവർ, ഹത്താസുത്തുൽ മഖാബിർ, ഖബറുകൾ സന്ദർശിക്കുന്നതുവരെ, 6 അടി മണ്ണ് സന്ദർശിക്കുന്നതുവരെ അല്ലാതെ ആർക്കാണ് പെരുമ നടിക്കാനാവുക, അഹങ്കരിക്കാനാവുക? അതുകൊണ്ട് നമ്മുടെ ദുർബലതയെ തിരിച്ചറിയുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യണമെന്നതാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹുവിനെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കുകയും അവർക്കെല്ലാം നീ സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം റഹ്മാനെ. അവർക്കെല്ലാം
നീ ആശ്വാസം നൽകുകയും ആ മാതാപിതാക്കൾക്ക് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെയുള്ള കഴിവും കരുത്തും എല്ലാം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ രംഗം വൈകാരികതയോടെ അല്ലാതെ നമുക്ക് ആർക്കെങ്കിലും ഓർക്കാൻ കഴിയുമോ? ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് എത്ര പ്രായമുണ്ടാകും, എത്ര വലിപ്പമുണ്ടാകും? 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് എത്ര വലിപ്പമുണ്ടാകും? ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് എത്ര വലിപ്പമുണ്ടാകും? നമ്മുടെ വിരൽ തുമ്പുകളിൽ തൂങ്ങി നടക്കുന്ന നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ഓർമ്മ വരും, നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ ഓർക്കുന്നുണ്ടാകും. 4 കുട്ടികളുടെ മയ്യത്ത് നിരത്തി വെച്ച് അത് കാണാൻ വരുന്ന ഒരു ഉപ്പയുടെ രംഗം, ഒരു ഉമ്മയുടെ മനസ്സിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹുവിനെ അവർക്ക് ക്ഷമ നൽകണം, അവർക്കുള്ളതാണ് ആ ക്ഷമക്കുള്ള പ്രതിഫലമാണ് ബൈത്തുൽ ഹംദ് എന്ന് പറയുന്നത്. സ്വർഗത്തിലൊരു വലിയ ഭവനം അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ആ കുട്ടികൾ സ്വർഗത്തിലെ പൂമ്പാറ്റകളെ പോലെ ചിത്രശലഭങ്ങളെ പോലെ പാറി നടക്കുന്നവരാണ് എന്നത് അള്ളാഹുവും മതവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ നമുക്ക് നൽകുന്ന ആശ്വാസമാണ്. അതുകൊണ്ട് പ്രയാസങ്ങളിൽ ഒരിക്കലും നിയന്ത്രണം വിട്ടു പോകരുത്. അഹങ്കാരം നമുക്കുണ്ടാകാൻ പാടില്ല. ക്ഷമയും സഹനവും സ്നേഹവും നമ്മുടെ മുഖമുദ്രയാകണം. എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും ബന്ധങ്ങളെ ചേർത്ത് വെക്കുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ ഈ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട ഒരു സ്വതക്കയുടെ ദിവസമാണ്. മാസത്തിൽ ഒരു ദിവസം അത്തരം സ്വതക്ക ഈ പള്ളി പരിപാലനത്തിന് വേണ്ടി നാം ശേഖരിക്കുന്നുണ്ട്. ഇന്നതിന്റെ ദിവസമാണ്. നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി അതിനോട് സഹകരിക്കണമെന്നത് വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.